വരുമ്പോഴത്തേക്കും 2016 മോഡൽ മാസ്ട്രോ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ പ്രൈസ് 23,000 രൂപ വരുന്നുണ്ട്. 2016 മോഡൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. സെക്കൻഡ് വരുമ്പോഴത്തേക്കും 2012 മോഡൽ വിഗോ ആണ്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്കും 13,000 രൂപ. എത്ര ചോദിക്കുന്നത്? ടയറും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്രൈസ് വരുമ്പോൾ ഒരു 55 രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. 55,000. 2020 ലാസ്റ്റ് 21 രജിസ്ട്രേഷൻ. അടുത്ത 2024 മോഡലാണ്, പുതിയ വണ്ടി. ഫസ്റ്റ് ഓണർ വരുന്ന 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഫസ്റ്റ് ടയറും കാര്യങ്ങളാണ്. അതെ, ഫസ്റ്റ് ടയറാണ്. എത്ര ചോദ്യം? എത്ര? 23,000. 2015 വണ്ടി, അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. അടുത്തത് 2019 മോഡൽ 180F, അതായത് 220 മോഡൽ തന്നെ 180. നല്ല ടയേഴ്സ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 2024 മോഡൽ NS 200 ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്ത RS 200 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 30,000. ഇത് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ള കളർ തന്നെ അല്ലല്ല, ഇത് കസ്റ്റം ചെയ്തേ സെപ്പറേറ്റ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടിയം എത്താറാകുമ്പോഴത്തേക്കും മേവറം എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് വന്നേക്കുന്നത്. ഡി മോട്ടോഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ മേവറത്തെ ട്രൂ വാല്യൂ എന്ന് പറയുന്ന ഷോപ്പിന് തൊട്ടിപ്പുറത്തോട്ട് മാറിയിട്ട് വരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പം പിന്നെ പറയാനാണെങ്കിൽ ഒരു 2013 വണ്ടിയൊക്കെ ഒരു 13,000 17,000 രൂപയൊക്കെ തൊട്ട് തുടങ്ങുന്ന ടൈപ്പ് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത്രയും ചെറിയ മുതൽ മുടക്കിലെടുക്കാവുന്ന വണ്ടികൾ വരെ കിടക്കുന്ന ഒരു ഷോപ്പാണ്. എന്നും പറഞ്ഞാൽ എല്ലാം ചെറിയ എമൗണ്ട് വണ്ടികളല്ല, നല്ല നല്ല ക്വാളിറ്റിയുള്ള എന്നാൽ അത്യാവശ്യം നല്ല പ്രൈസ് ആവുന്ന ടൈപ്പ് വണ്ടികളും കിടക്കുന്ന ഒരു ഷോപ്പാണ്. ബൈക്ക്, ബുള്ളറ്റ്, ആക്ടിവ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും നിങ്ങൾക്ക് ആ മോഡൽ 2 വീലറിൽ ഏത് മോഡൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ എല്ലാ ടൈപ്പ് വണ്ടികളും കിട്ടുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് 2 വീലർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഹലോ ജിബീൻ ബ്രോ. ഹായ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഈ സ്ഥാപനം എവിടെയാണെന്നൊന്ന് മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തവണ കാണിക്കാൻ പോകുന്ന വണ്ടികൾ ഏത് പ്രൈസ്, ഏത് വർഷം തൊട്ട് എത്ര തൊട്ടാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞോ. നമ്മൾ ഈ സ്ഥലം വരുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് റോഡ്, അതായത് ട്രിവാൻഡ്രം വന്നിട്ട് കൊട്ടിയം കഴിഞ്ഞ് മേവറം എന്ന് പറയുന്ന ജംഗ്ഷൻ വരുന്നുണ്ട്. ആ മേവറം ജംഗ്ഷൻ വന്നിട്ട് അവിടുന്ന് ബൈപ്പാസ് റോഡ് കയറി വരുമ്പോഴത്തേക്ക് അൽഷിബ എന്ന് പറയുന്ന കുഴിമന്തി ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് ആലപ്പുഴയിൽ നിന്നും വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ കാവനാട് നിന്ന് ബൈപ്പാസ് റോഡ് കയറി വരുമ്പോഴത്തേക്ക് അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മെഡിസിറ്റി ഉണ്ട്, മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചോദിക്കാൻ പോകുന്നത് വണ്ടികൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്, ഏറ്റവും കുറഞ്ഞ പ്രൈസ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം മോഡലുള്ള വണ്ടികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് സ്കൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ റേറ്റ് കുറഞ്ഞതായിട്ട് ഒരുപാടില്ല, എന്നാൽ പോലും ഒരു ഏകദേശം ഒരു 2-3 വണ്ടികൾ. അത് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 13 രൂപ ആ റേഞ്ചിനകത്ത് വരുന്നുണ്ട്. 2012 മോഡലും. കണ്ടീഷനൊക്കെ നല്ലല്ലേ? കണ്ടീഷൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വണ്ടികളാണ്. ആവറേജ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ഇത് 2013 മോഡൽ പ്ലഷർ 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്കും 16,000 രൂപ വരുന്നുണ്ട്. ആവറേജ് കണ്ടീഷനാണ്, നമുക്ക് കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ വണ്ടി. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? റീപ്ലേസ് പഴയ മോഡൽ വണ്ടിയല്ലേ, നമുക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യത്തെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? കിലോമീറ്റർ ജെന്യൂനോ? എത്ര ഓടിയിട്ടുണ്ട്? 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അത് ജെന്യൂൻ ആണ്. അതെ. എത്ര ചോദിച്ചാൽ? 16,000 രൂപ. 2013 മോഡൽ പ്ലഷർ. സെക്കൻഡ് വരുമ്പോഴത്തേക്കും 2012 മോഡൽ വിഗോ ആണ്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്കും 13,000 രൂപ. ഈ കണ്ടീഷൻ നോക്കണ്ട, കണ്ടീഷൻ നമ്മൾ വൃത്തിയാക്കി പോളിഷ് ചെയ്തേ വണ്ടി കൊടുക്കത്തുള്ളൂ. സ്ക്രാച്ച് ഒന്നും വർക്ക് ചെയ്യത്തില്ല, കാര്യം നോർമലി മോഡൽ കുറവുള്ള വണ്ടിയല്ലേ. അതിനകത്ത് നമുക്ക് വലിയ ലാഭമായിട്ടല്ല, എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ. ഇവിടുത്തെ നല്ല നല്ല വണ്ടികൾ എടുക്കാൻ വന്ന് പോകുന്ന വണ്ടികൾ. അതെ, സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയോ? സീറ്റ് ഞാൻ ഈ കണ്ടീഷൻ ബേസിലുള്ള ഒരു വിലയാണ് 13,000 രൂപ പറഞ്ഞിരിക്കുന്നത്. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. കുറച്ച് തുരുമ്പ് അവിടെ ഇവിടെയൊക്കെ തുരുമ്പുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നമ്പർ പ്ലേറ്റ് അങ്ങനെയൊക്കെ ഉള്ള. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ഇതിൻ്റെയൊക്കെ കിലോമീറ്റർ ആകുമ്പോൾ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് 2021 മോഡൽ ഡിയോ ആണ്.
ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 69,000 രൂപ. ഇത് നമുക്ക് ഫിനാൻസ് ചെയ്ത് ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു 8,000 രൂപയ്ക്കകത്ത് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫിനാൻസ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും. വണ്ടി പക്കാ ക്വാളിറ്റി, ഇപ്പോൾ കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി നമ്മൾ ഇവിടെ ബൈപ്പാസ് റോഡ് പണി അടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കാണുന്നവർക്ക് ഇപ്പോൾ കൊല്ലത്തെ ഈ പരിസരത്തുള്ള വീഡിയോസ് ഒക്കെ അങ്ങനത്തെയാണ്. അതെ അതെ. ഇതിന്റെ ഈ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ ഏകദേശം എത്രാമത്തെ വർഷം തൊട്ടുള്ള വണ്ടികളായിരിക്കും നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 2019 മോഡലിന് ശേഷമുള്ള വണ്ടികളെല്ലാം നമുക്ക് അത്യാവശ്യം ഇതാണല്ലോ, എന്തുവാ, വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടികളാണല്ലോ. കാര്യം അതെന്ന് പറയുമ്പോഴത്തേക്കും എമൗണ്ടിലും വ്യത്യാസം. അതിൻ്റെതായ വൃത്തിയിൽ വണ്ടി കൊടുക്കും. അതെ അതെ അതെ. ഇതൊക്കെ 2016 മോഡൽ മാസ്ട്രോ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ പ്രൈസ് 23,000 രൂപ വരുന്നുണ്ട്. 2016 മോഡൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഓട്ടം തോടിയിട്ടുണ്ട്. കിലോമീറ്റർ കറക്റ്റ് ഒരു 35-40 എത്ര ചോദിക്കുന്നത്? 23,000 രൂപ. അപ്പൊ ഇതൊന്നും ക്ലിയർ ചെയ്യില്ല. അത് ക്ലിയർ ചെയ്യില്ല, ആ കണ്ടീഷനാണ്. ചെറിയ എമൗണ്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാം. അതെ, അല്ല നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും മുതലാവത്തില്ല. അതാണ്. അടുത്ത 2018 മോഡൽ പൾസർ 150. ഓണർഷിപ്പ് വരുമ്പോഴത്തേനെ ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ 35 ഓടിയിട്ടുണ്ട്. നമുക്ക് പ്രൈസ് വരുമ്പോൾ 45,000 രൂപ വരുന്നുണ്ട്. 45? അതെ. റീപ്ലേസ് ആയിട്ട് വല്ലതും ഉണ്ടോ? 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും നമുക്ക് ഈ വണ്ടി. പൈസ ഒന്നും ഇല്ലെങ്കിലും വണ്ടി കൊണ്ടുപോകാം. ഫിനാൻസ് ആകുമ്പോൾ 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എഞ്ചിൻ സൈഡൊക്കെ പക്കയല്ലേ? പക്ക. വേറെ അപാകതകളൊന്നുമില്ല. വണ്ടി ഓവറോൾ കാണാനും കൊള്ളാം. ഈ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ? അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 43,000 രൂപ. 43. ഇതെന്താ സംഭവം? ഒട്ടിച്ചേക്കോ? അത് സ്റ്റിക്കർ ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. സ്റ്റിക്കർ ചെയ്തിരിക്കുന്നതിൻ്റെ അത് സ്ക്രാച്ച് ആയിട്ടിരിക്കുക. അടുത്തത് 2020 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട്. ഒരു 64 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 125 ആണ്. പൾസർ 125 ജെന്യൂൻ കിലോമീറ്റർ. ടയർ മൊട്ടയാണല്ലോ ബാക്ക് സൈഡ്. ബാക്ക് ടയർ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. എത്ര ചോദിക്കുന്നു? ടയറും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്രൈസ് വരുമ്പോൾ ഒരു 55 രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. 55,000. 2020 ലാസ്റ്റ് 21 രജിസ്ട്രേഷൻ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഫിനാൻസ് കിട്ടും നമുക്ക്. ഇതും ഫിനാൻസ് ഫുള്ള് കിട്ടും. 0 ഡൗൺ പേയ്മെന്റ് ചെയ്താൽ. ഏത് വർഷം തൊട്ടുള്ള വണ്ടിക്ക് ഫുൾ ഫിനാൻസ് കിട്ടുന്നത്? നമുക്ക് 2017 മോഡലിന് ശേഷമുള്ള വണ്ടികൾക്കെല്ലാം ഫിനാൻസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു മാർക്കറ്റ് ബേസിൽ നമുക്ക് ചില വണ്ടികൾക്കെല്ലാം ഫിനാൻസ് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും. കിട്ടും. അടുത്തത് തണ്ടർബേർഡ് 2016 മോഡൽ തണ്ടർബേർഡ് ഫസ്റ്റ് ഓണർഷിപ്പ്. പ്രൈസ് വരുന്നത് 55,000 രൂപ. എഞ്ചിന്റെ സൈഡൊക്കെ പക്കയാണോ? അതെ, നീറ്റ്. അത് ഒരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്, ഒരു കസ്റ്റമറിന്റെ വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഏകദേശം ഒരു 40 കൂട്ടിരുന്നത്. അത്ര ഓടിയിട്ടുണ്ട്? അതെ അതെ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. വണ്ടി ഓവറോൾ കാണാൻ കുഴപ്പമില്ല. ടയേഴ്സ് ഒക്കെ നല്ല ടയർ ഇടപൊണ്ടല്ലേ? ഫ്രണ്ട് ടയർ ശകലം മോശമാണ്. ബാക്ക് ടയർ കൊള്ളാം. ബാക്ക് ടയർ പുതിയ അരി. എത്ര ചോദ്യം? എത്ര? 55,000 രൂപ. ലാസ്റ്റ് പ്രൈസ് ആണോ? ഫൈനൽ ഒരു കസ്റ്റമറിന്റെ വണ്ടിയാണ്. നമുക്ക് 2016 മോഡലാണ്. 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അടുത്ത 2018 മോഡൽ ക്ലാസിക് 350. ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ആണ്. പ്രൈസ് 1,10,000 രൂപ വരുന്നുണ്ട്. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിരുന്നാൽ മതി. ഓട്ടോ എന്തോ ഓടി? കിലോമീറ്റർ 55 ഓടിയിട്ടുണ്ട്. 55,000. ജെന്യൂൻ കിലോമീറ്റർ ആണേ? അതെ, ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിയുടെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ടല്ലേ? കണ്ടീഷൻ ഇത് നോക്കണ്ട. ഈ കണ്ടീഷനെ നോക്കണ്ട. കാര്യം പൊടിയാണ്. അല്ല, പൊടി എന്നുള്ളത് നമ്മൾ പറയുന്നില്ലല്ലോ. അല്ലാതെ നോക്കുമ്പോൾ ഉള്ള വണ്ടിയുടെ മൊത്തത്തിൽ കാണുമ്പോൾ വല്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ, മാറിയിട്ടുണ്ടോ എന്നുള്ള ഈ നോക്കുന്നത്. അങ്ങനെയുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സ്ക്രാച്ചും ഇല്ല വണ്ടി. ഒന്നുമില്ല. അടുത്ത ഡിയോ ആണ്. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 24,000 ഓടിയിട്ടുള്ളൂ. വില വരുമ്പോഴത്തേക്ക് 52,000 രൂപ. ഫസ്റ്റ് ടയർ തന്നെയാണോ കിടക്കുന്നത്? അപ്പം അല്ല, ഇത് ടയർ മാറിയതാണ്. ഫ്രണ്ടിൽ ടയർ മാറിയിട്ടുണ്ട്. ബാക്ക് ടയർ കിടപ്പുണ്ട് അല്ലേ? ബാക്ക് ടയർ മാറിയ ടയറാണത്. മാറിയാണോ? അതെ അതെ. ഫ്രണ്ട് ഇച്ചുകൂടി ഫസ്റ്റ് നല്ല ഫ്രഷ് ആണ്. അത് പുതിയതാണ്, പുതിയ ടയറാണ്.
അപ്പോൾ 24 കിലോമീറ്റർ തന്നെയാണോ എന്ന് പറഞ്ഞാൽ 2 ടയർ ഇത് ഫിനാൻസിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ഇത് നമ്മളെ പാർക്ക് ആൻഡ് സെയിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുമ്പോൾ വേറൊരു ഡീലർ ഷോപ്പില്ലാത്തതിൻ്റെ പേരിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഈ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, വൃത്തിയാക്കി കൊടുക്കും. എത്ര ചോദിക്കുന്നത്? 52,000 രൂപ. 52 ലാസ്റ്റ് പ്രൈസ്. അതെ, 5,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അടുത്ത വരുമ്പോഴത്തേക്കും എൻഡോർക്ക് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 28,000 ഓടിയിട്ടുള്ളൂ. പ്രൈസ് 68 രൂപ വരുന്നുണ്ട്. 68,000 രൂപ. 7,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം. മഞ്ഞ കളർ കൊള്ളാം, വെറൈറ്റി കളറാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് മൈലേജ് എന്താണ് ഈ വണ്ടിക്കൊക്കെ? എൻഡോർക്ക് പൊതുവെ കുറച്ച് മൈലേജ് കുറവാണ് എല്ലാവരും പറയുന്നത്. പവറിൻ്റെ ഇത് അടുത്ത 2021 മോഡൽ തന്നെ എൻഡോർക്ക് 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ വണ്ടിയുടെ ഒക്കെ ടയർ എത്ര കിലോമീറ്റർ ആകുമ്പോഴേക്കും മാറുന്നത്? ടയർ യൂസ്ഫുൾ പോലെയല്ലേ വണ്ടി ഉപയോഗിക്കുക, ഓരോരുത്തരും ഉപയോഗം കണക്കിരിക്കുന്ന വണ്ടി അല്ല. എന്നാലും ഡ്രൈവ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 രൂപത്തിനകത്തൊക്കെ തീരുന്നുണ്ട് ടയറെ. ഇതിന്റെ 2 ടയർ മാറിയതല്ലേ? 2 ടയർ മാറിയതാ. എത്ര ഇത് ഓടി പറഞ്ഞേ? 22,000. ഇത് ഫിനാൻസ് വരുന്ന വണ്ടികളാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ വണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഫിനാൻസ് പിടിക്കുന്നവർ ഏകദേശം അതിനകത്തുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഊരി മാറ്റിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെയുള്ള കംപ്ലൈൻസ് ഒന്നും ഇല്ലല്ലോ? കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. എത്ര ചോദിക്കുന്നത്? പ്രൈസ് വരുമ്പോൾ 68 രൂപ. 68. ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ഈ 68 രൂപ എന്നൊക്കെ പറഞ്ഞ പ്രൈസ് ഇനി എന്തെങ്കിലും കുറയൂ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താൽ വില പറയണം. ലാസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കസ്റ്റമർ വന്ന് നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. അടുത്ത 2024 മോഡലാണ്, പുതിയ വണ്ടി. ഫസ്റ്റ് ഓണർ വരുന്ന 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഫസ്റ്റ് ടയറും കാര്യങ്ങളാണ്. അതെ, ഫസ്റ്റ് ടയറാണ്. 82,000 രൂപ പ്രൈസ് വരുന്നുണ്ട്. 82. അപ്പോൾ ഈ 2024 വണ്ടി പുതിയ എടുക്കുവാണെങ്കിൽ എത്ര രൂപയാവും? പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു 1.25 അടുപ്പിച്ച് വില വരുന്നു. അത്രയും വരുന്നു. സിംഗിൾ ഓണറാണ്, 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഓവറോൾ നല്ല കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്. എത്ര രൂപ ഇറക്കായി വണ്ടി? 2,000 രൂപ അടച്ചാൽ 2,000 മതി. അടുത്ത അപ്പാച്ചി RTR 4V 200 ആണ്. അപ്പാച്ചി 200 ആണ്. 2021 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വില വരുമ്പോൾ 80,000 രൂപ വരുന്നുണ്ട്. നമുക്കൊരു 7,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു മതി. ഓട്ടം എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 46,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്ക് ടയർ ഫ്രണ്ട് ടയറൊക്കെ ആവറേജ് ടയേഴ്സാണ്. അപ്പാച്ചിക്ക് ഫ്രണ്ട് അത്യാവശ്യം നല്ല ടയർ അടക്കണം. ഫ്രണ്ട് ഉണ്ട്. ഒരു 40-45 അല്ലേ മൈലേജ് കാണത്തുള്ളൂ. 200 അല്ലേ? 4 വാൾ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഒരു 45-നകത്തൊക്കെ മൈലേജ്, അത്രയും പ്രതീക്ഷ. ചോദ്യം എത്ര? 80,000. 80,000. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ? 7,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. 45,500 ഓടിയിട്ടുണ്ട്. എന്താണ് 7,000 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 7,000 രൂപ. അടുത്ത ഡ്യൂക്ക് 200 2017 മോഡൽ. ഓണർഷിപ്പ് തേർഡാണ്. കസ്റ്റമർ ആയിരിക്കുന്ന വണ്ടി. അത് കസ്റ്റമർ ആയിരിക്കുകയാണ്. നമുക്ക് 1.15 കസ്റ്റമർ സെറ്റ് ആയിരിക്കാം. അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടിരുന്ന സാധനമായിരുന്നു. കസ്റ്റം ചെയ്ത വണ്ടിയാണ്. ഓക്കെ. എക്സ്ട്രീം 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 30,000. വില വരുമ്പോഴത്തേക്ക് 23,000 രൂപ വരുന്നത്. സിംഗിൾ ഓണറാണ്. എൻജിൻ സൈഡൊക്കെ പക്ക നല്ല കണ്ടീഷൻ. റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് ടയർ പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത്. എത്ര ചോദ്യം? എത്ര? 23,000. 2015 വണ്ടി. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. ആക്റ്റീവ 2023 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ 19,000. പ്രൈസ് വരുമ്പോൾ 79,500 രൂപ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, പുതിയ വണ്ടി. 2023 മോഡലാണ്. 23 ജെന്യൂൻ കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ? അതെ, ജെന്യൂൻ കിലോമീറ്റർ. 19,000 ഓടിയിട്ടുണ്ട്. 19,000 കിലോമീറ്റർ. വണ്ടി കാണാനും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതിനൊന്നും വലിയ അഴുക്കുമില്ല, കാരണം പൊടി വരത്തില്ലല്ലോ. എന്നാലും ഉണ്ട്, പൊടിയുണ്ട് അത്യാവശ്യം. നമുക്കിതൊരു 3,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. എത്ര നമുക്ക് വർഷത്തേക്ക് ലോൺ സൗകര്യം കിട്ടും? ലോൺ സൗകര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് 3 വർഷം ചെയ്യുന്നുണ്ട്, 4 വർഷത്തേക്കും ചെയ്യുന്നുണ്ട്.
1,00,000 രൂപ വരുമ്പോഴത്തേക്ക് ഏകദേശം 4 കൊല്ലമാണ് ഫിനാൻസ് ചെയ്യുന്നത്. പിന്നീട് മോഡൽ അതായത് ഒന്നിന് താഴെയാണ് ബഡ്ജറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തേക്കാണ് ചെയ്യുന്നത്, ഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം മാസം അടവ് എങ്ങനെ വരും? മാസം അടവിൻ്റെ കാര്യത്തെപ്പറ്റി എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. എന്നാലും 1,00,000 രൂപയ്ക്കകത്ത് ഏകദേശം അടവ് വരുമ്പോൾ ഒരു 4,100 രൂപ, 4 രൂപയ്ക്കകത്തൊരു അടവ്, 4,000 രൂപയ്ക്കകത്ത് വരും. അടുത്ത 2016 മോഡൽ ആക്റ്റീവയാണ്. നല്ല ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർ. അതെ. കിലോമീറ്റർ 18 ഓടിയിട്ടുള്ളൂ. നമുക്ക് പറയാൻ അറിയില്ല, കറക്റ്റ് അറിയില്ല. ജെന്യൂൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 18,000 ഓടിയിട്ടുള്ളൂ വണ്ടി. എന്തായാലും ഇതിൽ വീട്ടിൽ കാണിക്കുന്നത് 32,000 രൂപ വില വരുന്നുള്ളൂ. 32 രൂപ. വേറെ കണ്ടീഷൻ മോശം അങ്ങനെ കണ്ടീഷൻ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അതെ. 5,000 രൂപ അടച്ചിരുന്നാൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. 5,000 രൂപ. ഈ 5,000 രൂപയ്ക്കൊക്കെ എടുക്കുന്ന വണ്ടി ഇപ്പം 5,000 രൂപയ്ക്ക് ഈ വണ്ടി എടുത്തു. അപ്പം ഇത് മാസം ലോൺ 1 വർഷമല്ലേ കാണത്തുള്ളൂ? 1 വേണമെന്നുണ്ടെങ്കിൽ 1 ചെയ്യാം, 2 വേണമെന്നുണ്ടെങ്കിൽ 2 ചെയ്യാം. ഏകദേശം 3 കൊല്ലമാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇയർ കുറച്ച് വേണമെങ്കിൽ ചെയ്യാം, 1-2 വർഷത്തേക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇപ്പം 30,000 രൂപയുടെ ഈ വണ്ടി നമ്മളൊരു 3,000 രൂപയ്ക്ക് എടുത്തു. അപ്പം അത് നമ്മളിപ്പോൾ 1 വർഷം കൊണ്ട് അടയ്ക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അടവ്? 30,000 രൂപ വണ്ടി ഇതിപ്പോൾ എത്ര ചോദിച്ചേ? 3,000 രൂപ ഡൗൺ പേയ്മെന്റ്. 3,000 രൂപ. അപ്പം അത് നമ്മൾ അടയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഈ വണ്ടി അടഞ്ഞു വരുമ്പോഴത്തേക്ക് ഏകദേശം പലിശ ഉൾപ്പെടെ ഒരു 30 എന്നുള്ള ഒരു 50 രൂപയ്ക്കകത്ത് വരുമായിരിക്കും. കാര്യം 3,000 ഡൗൺ പേയ്മെന്റ് പോയിട്ട് ബാക്കി 27,000 രൂപ. പിന്നെ അവരെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാങ്കിന്റെ സർവീസ് ചാർജ്, പിന്നെ സെപ്പറേറ്റ് ഒരു ഇൻഷുറൻസ്, അങ്ങനെയുള്ള പിന്നെ പേര് മാറുന്നതിൻ്റെത്, അതെല്ലാം കൂട്ടിയിട്ടാകുമ്പോഴത്തേക്ക് ഒരു 27 എന്നുള്ള ഒരു 34 രൂപയ്ക്കകത്ത് ലോൺ എമൗണ്ട് വരുന്നുണ്ട്. അത് അടച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ചെറിയ വണ്ടിയൊക്കെ ലോൺ ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. അതെ, ലാഭം അതാണ്. അതെ. ഒരു 50 രൂപ താഴെയുള്ള വണ്ടികളെല്ലാം ലോൺ ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. അതിന് മുകളിലോട്ടുള്ള വണ്ടികൾ നോർമല് പൈസ ഇല്ലാത്തവർ എന്തായാലും എടുക്കുമല്ലോ, ഫിനാൻസ് സൗകര്യം ചെയ്യുമല്ലോ എന്തായാലും. അത് അറിയാനും കൂടി ഞാൻ ചോദിച്ചു. അപ്പൊ അത് നഷ്ടം വരണ്ട എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അടുത്തത് 2019 മോഡലാണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 27,000 ഓടിയിട്ടുള്ളൂ. പ്രൈസ് വരുമ്പോൾ 55,000 രൂപ വരുന്നുണ്ട്. ടയർ പുതിയതാണ്. പുതിയ ടയർ. വണ്ടി ഓവർ കാണാൻ നല്ല കണ്ടീഷനാണ്, വൃത്തിയിടൊന്നുമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ബോഡിയും കൊള്ളാം, വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. 27,000 കിലോമീറ്റർ. അത് ജെനുവിൻ കിലോമീറ്റർ തന്നെയല്ലേ? അതെ. ഈ ബോഡിയിൽ വലിയ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടോ? അങ്ങനെ മാറിയതായിട്ട് ഇല്ല. നമ്മൾ കസ്റ്റമറിൻ്റെ ഡയറക്റ്റ് ഇരിക്കുന്നില്ല. അപ്പോൾ അവർ ഏകദേശം നമ്മളോടൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാണ് നമ്മൾ വണ്ടി തരുന്നത്. നമുക്ക് അതിനപ്പുറത്ത് നമുക്കൊന്നും നിങ്ങളെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്രയും വണ്ടികൾ കാണുന്നില്ലേ? നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടോ അറിയാൻ പറ്റും. പുതിയ വാങ്ങിച്ച് വെച്ചെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അതെ. അടുത്ത 2018 മോഡൽ ഫെസീനോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 36,000 ഓടിയിട്ടുണ്ട്. പ്രൈസ് 43,000 വരുന്നു. ടയർ ആവറേജ് ടയർസ് കാര്യങ്ങളാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കുറച്ച് പെയിന്റും കാര്യങ്ങളും പോയിട്ടുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്യുമോ? ഏതാണ്? ഈ ഭാഗത്തൊക്കെ ബാക്ക് റെസ്റ്റ് വരുന്നത്. അത് വർക്ക് ചെയ്യുമോ? അത് ചെയ്താലും വൃത്തിയാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ പെയിന്റിങ് ആരെടുത്ത് പക്ക പ്രൊഫഷണൽ പെയിന്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ എമൗണ്ട് വ്യത്യാസം. അതെ. അല്ലാതെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ? എഞ്ചിൻ സൈഡൊന്നും പ്രശ്നമില്ല. ജെനുവിൻ കിലോമീറ്റർ 34 സംതിങ് അല്ലേ? അതെ. ഇതൊക്കെ നമുക്കൊരു 5 രൂപയ്ക്കകത്തൊക്കെ ഇറക്കാൻ പറ്റുമോ? 5 രൂപയ്ക്കകത്ത് ഇറക്കാം. അടുത്ത് 2019 മോഡൽ ഫെസീനോ. ഇത് എത്രയായിരുന്നു? അത് 43 രൂപ വരുന്നുണ്ട്. 19 ആകുമ്പോഴത്തേന് സിംഗിൾ ഓണർഷിപ്പ് 49,000 രൂപ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 31,000. 31. റീപ്ലേസ് ഒന്നുമില്ല. പ്രത്യേക സീറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ വണ്ടി കാണാനും കൊള്ളാം. ഇതും ഒരു 5 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. 5,000 അടച്ച ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളാണേ? അതെ. ഓക്കെ. അടുത്ത 2018 മോഡൽ ഫെസീനോ. ഫെസീനോ 3-4 ഉണ്ടല്ലോ. സിംഗിൾ ഓണർ. സ്കൂട്ടർ അത്യാവശ്യം വരുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. ഏതാ മോഡല്? 2018. ഓട്ടോ 57,000 ഓടിയിട്ടുണ്ട്. 57 ജെനുവിൻ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആണേ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. വണ്ടി അത്യാവശ്യം കാണാനും കൊള്ളാം, നല്ല കണ്ടീഷനാണ്. എത്ര ചോദിക്കുന്നത്? പ്രൈസ് 43,000 വരുന്നു. 43. അടുത്ത 2020 മോഡൽ 220 പൾസർ 220. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫ്രണ്ട് ടയർ മുട്ടയാണ്. ടയർ മുട്ട മാറി കൊടുക്കുമോ? ടയർ നമുക്ക് കുഴപ്പമില്ല, മാറി കൊടുക്കാം. ബാക്ക് ടയർ പുതിയത്.
ഓക്കെ, എത്ര ചോദിക്കുന്നത്? പ്രൈസ് വരുമ്പോഴത്തേക്ക് 80,000 രൂപ വരുന്നുണ്ട്. 2020 മോഡൽ 220. വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, അപാകതയും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റിയത്? 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. മൈലേജ് എന്തോ വണ്ടി 220 അല്ലേ? 220 ആണ്. മൈലേജ് എങ്ങനെയാണ്? 40-നകത്ത് പ്രതീക്ഷിച്ചാൽ മതി. അത്ര നോക്കിയാൽ മതി. അത് 2018 മോഡൽ 220 ആണ്. ഓണർഷിപ്പ് തേർഡാണ്. 18. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 40-നകത്ത് ഓടിയിട്ടുണ്ട്. 40 ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ. അതെ. വണ്ടി എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ? പക്ക എഞ്ചിനാണ്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 58,000 വരുന്നുണ്ട്. 58 ലാസ്റ്റ് പ്രൈസ് ഫൈനൽ. അടുത്തത് 2019 മോഡൽ 180F, അതായത് 220 മോഡൽ തന്നെ 180. നല്ല ടയേഴ്സ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് പുതിയ ടയർ ഇട്ടേക്കുമല്ലേ? പുതിയ ടയറാണ്. ബാക്ക് ടയറോ? ബാക്കും ഏകദേശം നല്ല ടയറാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട് സൈഡിലായിട്ട്. അത്രേ ഉള്ളൂ. ഒരു കിറ്റിന്റെ സൈഡിലായിട്ട് കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 68,000 രൂപ. 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 3 വർഷമല്ലേ ലോൺ കിട്ടുന്നത്? 3 വർഷത്തേക്ക്. ഇത് 2024 മോഡൽ NS 200. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 8,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ജെനുവിൻ കിലോമീറ്റർ ആണോ? പുതിയ വണ്ടി 2024. 24 ഓക്കെ. അപ്പോൾ ടയറെല്ലാം ഫസ്റ്റ് ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇത് മൈലേജ് എന്താണ്? മൈലേജ് 200cc വണ്ടിയല്ല, ഏകദേശം അതിനകത്ത് പ്രതീക്ഷ മതി. 40-നകത്ത്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി അത്യാവശ്യം കാണാൻ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1,55. 1,55,000. ഇറങ്ങിയ സമയത്ത് ഇതിന് എന്താണ്? ഇപ്പം 2024 എനിക്ക് ഒരു 195 മേളിൽ വിലയുണ്ട്. അത്ര ഉണ്ട്? 2 രൂപയ്ക്കകത്ത് വിലയുണ്ട്. അത് 2018 മോഡൽ R15 വെർഷൻ 3. ഓണർഷിപ്പ് തേർഡാണ് വണ്ടിയുടെ. കിലോമീറ്റർ ഏകദേശം ഒരു 45 അതിനകത്ത് ഓടിയിട്ടുണ്ട്. 45-50 ഓടിയിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ ആവറേജ് ടയേഴ്സാണ്. ആവറേജ് ടയറാണ്. ഇതിൻ്റെ CC എത്ര CCയാ? ഇത് 155-160 cc. അപ്പോൾ മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? നല്ല മൈലേജ് ഉണ്ട്. R15 യമഹയുടെ വണ്ടിക്കെല്ലാം അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട്. മൈലേജ് കിട്ടും. ഏകദേശം ഒരു 50-ന് മുകളിൽ മൈലേജ് വരുന്നുണ്ട്. 150 cc ആണെങ്കിലും 150-160 cc-ക്കകത്ത് വരുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല മൈലേജാണ്. എത്ര ചോദിക്കുന്നത്? എത്ര? 99,000. 99. 1 രൂപയും കൂടി ഉണ്ടെങ്കിൽ 1,00,000 രൂപ. 1,00,000 രൂപ. ഇത് ഇറങ്ങിയ സമയത്ത് എന്താണ് വില? ഇറങ്ങിയ സമയത്തൊരു 170, 160-170-നകത്തൊക്കെ ആ റേഞ്ച് വരും. അടുത്ത RS 200 2022 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 30-നകത്ത്. ഇത് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ള കളർ തന്നെ? അല്ലല്ല, ഇത് കസ്റ്റം ചെയ്തേ, സെപ്പറേറ്റ് ചെയ്ത. ബാക്ക് അത് ബുക്കിൽ ചേഞ്ച് ആക്കിയത്, RC ബുക്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടയർ പുത്തൻ ടയറാണല്ലേ? പുത്തൻ ടയറാണ്. റീപ്ലേസ് ആയിട്ട് വല്ലതുണ്ടോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 145 2022. സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ? സെയിം മൈലേജ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി ഓവറോൾ കാണാനും കൊള്ളാം. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്തവണയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ വില കുറച്ചാണ് ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ വരുമ്പം കാണുന്ന ഒരു വില പോലും ഇത്തവണ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 13 രൂപ ഓട്ടോ ഒക്കെ നോക്കുന്ന എല്ലാവർക്കും വാങ്ങാവുന്ന നല്ല നല്ല വണ്ടികളാണ്. വില ഇത്തിരി കൂടുന്നതനുസരിച്ച് വണ്ടിയുടെ ക്വാളിറ്റി അതനുസരിച്ച് മേളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. 2,000-3,000 രൂപ കൊടുത്ത് ഇറക്കാവുന്ന വണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ചെറിയ പൈസ കൊടുത്ത് എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.